നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഞാൻ പരിചയപ്പെട്ട പാവപ്പെട്ട മനുഷ്യരിൽ ഒരാൾ കൂടി യാത്രയായി. സംഗീത സംവിധായകൻ SP വെങ്കടേഷ്. ഞാൻ അസോസിയേറ്റ് ചെയ്ത വെണ്ടർ ഡാനിൽ സ്റ്റേറ്റ് ലൈസൻസി എന്ന ബാലുഹിരത്തിൻ്റെ സിനിമയുടെ സംഗീത സംവിധായകൻ SP വെങ്കടേഷ് ആയിരുന്നു. നീലക്കണ്ണ നിന്നെ കണ്ടു ഗുരുവായൂർ നടയിൽ എന്ന് പറഞ്ഞ ചിത്രപാടിയൊരു മനോഹരമായ പാട്ടുണ്ട്. അക്കാലത്ത് സൂപ്പർ ഹിറ്റായിരുന്നു ആ പാട്ട്. കൈതപ്രമാണ് എഴുതിയത്. എല്ലാവരെയും വശീകരിക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. വാ നിറച്ച് മുറുക്കാനൊക്കെ ഇട്ട് വലിയ പൊട്ടൊക്കെ ഇട്ട് കുറേ സ്വർണ്ണമാലയൊക്കെ ഇട്ട് ചിരിച്ചുകൊണ്ടേ സംസാരിക്കും. പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടത് പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടിനായി യേശുദാസ് പാടാൻ വന്ന ഒരു രാത്രിയാണ്. ഞാൻ അപ്പോൾ മദ്രാസിലുണ്ട്. അപ്പോൾ ദാസേട്ടൻ പാടുന്നത് കാണാൻ വേണ്ടി ഞാൻ സ്റ്റുഡിയോയിൽ പോയിരുന്നു. AVMൽ ഭയഭക്തി ബഹുമാനത്തോടെ കൺസോളിൽ നിന്നുകൊണ്ട് ദാസേട്ടനെ അണ്ണ എന്ന് വിളിച്ച് നിർദ്ദേശം കൊടുക്കുന്ന SP വെങ്കടേഷ്. പാടിത്തീരുന്നതുവരെയും കൺസോളിലിരിക്കില്ല SP വെങ്കടേഷ്. ദാസേട്ടൻ പാടിത്തീർന്ന് ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാത്രമേ അദ്ദേഹം ഇരിക്കൂ. പലരും പല പാട്ടുകൾ അദ്ദേഹത്തിൻ്റേതായ ഹിറ്റ് ചാർട്ടിൽ പറയും. എന്നാൽ എനിക്കിഷ്ടം അവരാരും പറയുന്ന പാട്ടുകളായിരുന്നില്ല. തുടർക്കഥ എന്ന് പറഞ്ഞ തമ്പി കണ്ണന്താനത്തിൻ്റെ പടത്തിനായി മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം മണിപൂകിലോട്ടം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ONV കുറുപ്പ് സാർ എഴുതിയത്, ചിത്രപാടിയ പാട്ടാണ്. ആ പാട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു എനിക്കിഷ്ടമാകും കാരണം ആ പാട്ടിന് വേണ്ടി എടുത്തിരിക്കുന്ന ഷോട്ടുകളും കൂടെ ആയിരിക്കാം. മലവടക്കുകളിലൂടെ ഇങ്ങനെ വളഞ്ഞു വരുന്നൊരു ബസ്സിനകത്ത് മാധു ഓടി രക്ഷപ്പെടെ എന്തോ ചെയ്യുന്ന സീനാണ്. രസമായിട്ട് ചെയ്ത തമ്പി കണ്ണന്താനം നന്നായിട്ട് ചെയ്ത പാട്ടായിരുന്നു. അതുപോലെ തന്നെ പൈതൃകം എന്ന് പറഞ്ഞ ജയരാജൻ്റെ സിനിമയിൽ കൈതപ്ര എഴുതി ചിത്രപാടിയ നീലാഞ്ജന പൂവിൽ താരാട്ടൂഞ്ഞാലിൽ തേവാരം നൽകുമീ തങ്ക കൈനീട്ടം എന്ന് പറഞ്ഞ് ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദോപരം തേടുമൻ പുണ്യമോ കണ്ടനോ എന്നുള്ള പാട്ട്, അതും എനിക്ക് SP വെങ്കടേഷിൻ്റെ സംഗീതം കൊടുത്ത പാട്ടുകളിൽ ഇഷ്ടമുള്ള പാട്ടാണ്. ഒരു ഗിറ്റാറും 10 മിനിറ്റും കൊടുത്താൽ എവിടെ വച്ചും ഏത് നേരവും ഈണമിടാൻ കഴിയുന്ന വിദഗ്ധനായിരുന്നു SP വെങ്കടേഷ് എന്നാണ് ഗാന നിരൂപകനായ രവി മേനോൻ അദ്ദേഹത്തെ വിലയിരുത്തിയത്. കിലുക്കവും മിന്നാരവും പോലുള്ള സിനിമകൾ പ്രിയദർശന് വേണ്ടി, കാബൂളിവാല പോലുള്ള സിനിമകൾക്ക് സിദ്ദിഖ് ലാലിന് വേണ്ടി, പൈതൃകം ജോഡി വാക്കർ പോലുള്ള ജയരാജൻ്റെ സിനിമകൾക്കും സംഗീതം നൽകാൻ SP വെങ്കടേഷിന് അനായാസം കഴിയുമായിരുന്നു. ഓരോ സംവിധായകരുടെയും അവർക്കുള്ള ആ ടോണിൽ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അനുസരിച്ചുള്ള പാട്ട് ചെയ്യാൻ വിദഗ്ധനായിരുന്നു അദ്ദേഹം. ഗിറ്റാറും മാൻഡലിനും ബാൻജോയുമൊക്കെ അനായാസം വായിക്കുമായിരുന്നു SP വെങ്കടേഷ്. പ്രശസ്ത മാൻഡലിൻ വാദകനായിരുന്ന അച്ഛൻ പഴനിയിൽ നിന്നാണ് ഇതെല്ലാം അദ്ദേഹം പഠിച്ചത്. ഗുരുനാഥൻ അച്ഛൻ പഴനിയായിരുന്നു. ജോൺസണും രാജാമണി റീറെക്കോർഡിങ്ങിലെ 2 സാർവഭൗമന്മാരാണല്ലോ. ആ 2 അനായാസം റീറെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ആ 2 പേര് കഴിഞ്ഞാൽ പശ്ചാത്തല സംഗീതം നൽകുന്നതിൽ മിടുക്കനായിരുന്നു SP വെങ്കടേഷ്. രാജാവിൻ്റെ മകനിലൂടെയാണ്, അതും തമ്പി കണ്ണന്താനത്തിൻ്റെ സിനിമയാണ്, പാട്ടുകൾ കമ്പോസ് ചെയ്ത് തുടങ്ങിയത് അദ്ദേഹം. എന്തായാലും SP വെങ്കടേഷ് കുറേ കാലമായി അദ്ദേഹത്തിന് മലയാളത്തിലല്ല ഒരു ഭാഷയിലും പാട്ടില്ലാന്ന് തോന്നുന്നു. പുതിയ യുവതലമുറ കൈയടക്കിയപ്പോൾ അദ്ദേഹമൊക്കെ ചെയ്യുമ്പോഴത്തെ ഈണങ്ങൾ വേണ്ടല്ലോ, അങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ജോണി വാക്കറിലേക്ക് പാട്ട് എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ കേൾക്കില്ലേ, ശാന്തമീ രാത്രിയിലൊക്കെ. SP വെങ്കടേഷ് ഇവിടെ പറഞ്ഞു, ആ വലിയ മനസ്സിന്, ആ വലിയ ഉടമയ്ക്ക്, വലിയ മനസ്സിൻ്റെ ഉടമയ്ക്ക്, പച്ചയായ മനുഷ്യന് അന്ത്യാഞ്ജലി നേരം. നമസ്കാരം. ശോഭന പരമേശ്വരൻ നായർ മാതൃഭൂമിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. പത്രാധിപരായിരുന്ന മാതൃഭൂമി വീക്കിലിയുടെ MTയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുപോയാണ് തിരക്കഥ എഴുതിച്ചത്. അദ്ദേഹം അപ്പോൾ മുഖ്യ പത്രാധിപരായില്ലാന്ന് തോന്നുന്നു. 65 കാലഘട്ടമൊക്കെ ആകുമ്പം 60കളിൽ അദ്ദേഹം സബ് എഡിറ്ററാണെന്ന് തോന്നുന്നു മാതൃഭൂമിയുടെ. NV കൃഷ്ണവാര്യനും ഉറൂബുമൊക്കെ ആയിരുന്നു അക്കാലത്തെ പത്രാധിപന്മാർ. അങ്ങനെ ശോഭന പരമേശ്വരൻ നായർ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി തിരക്കഥ എഴുതിക്കുന്ന കാലം.
ഒന്ന് ഓർത്ത് നോക്കിയേ, എത്ര പേർക്കറിയാം ആ കഥ എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. പരന്ന പുസ്തകം വായിക്കുന്നവരായിരുന്നു അക്കാലത്തെ എല്ലാ സിനിമാക്കാരും. ഇപ്പോൾ നസീർ സാറിനോട് ചെന്ന് ശോഭന പരമേശ്വരൻ നായർ നമ്മളടുത്ത് ഞാൻ ആദ്യമായി നിർമ്മിക്കുന്ന സിനിമ നിണമണിഞ്ഞ കാൽപ്പാടുകളാണ്, ഓ പാറപ്പുറത്തിൻ്റെ അല്ലേ, ഞാൻ വായിച്ചിട്ടുണ്ട് എന്നാണ് നസീർ സാർ പറഞ്ഞത്. മധു സാറും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പുസ്തകങ്ങൾ പരന്ന വായനയുള്ളവരായിരുന്നു അന്നത്തെ കാലത്തെ സിനിമാക്കാർ. നീലക്കുയിലൂടെ നിശ്ചല ഛായാഗ്രാഹകനായി മാറിയ ശോഭന പരമേശ്വരൻ നായർ എന്ന MTയുടെ പരമുവിന് ഒരു സിനിമ നിർമ്മിക്കണം എന്ന മോഹം ഉദിച്ചു. അക്കാലത്ത് ജയകേരളം വാരികയിൽ പട്ടാളക്കാരനായിരുന്ന പാറപ്പുറം എഴുതിയ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന നോവൽ വരുന്ന സമയം പരമോണനും പ്രേംനസീറും ഒക്കെ ആ നോവൽ വായിച്ചിരുന്നു. പട്ടാളം ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥയാണല്ലോ. പ്രേംനസീറിനെയും നവാഗതനായ മധുവിനെയും വച്ച് ആ നോവൽ പരമോണ സിനിമയാക്കി. വിചാരിച്ച വിജയം നിണമണിഞ്ഞ കാൽപ്പാടുകൾ നേടിയില്ല. എന്നാൽ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടുകയും ചെയ്തു. പടം പൊളിഞ്ഞെങ്കിലും നിശ്ചല ഛായാഗ്രഹണം തുടരെ കിട്ടിയിരുന്നതിനാൽ ആ പരാജയം പരമോണനെ തളർത്തിയില്ല. അപ്പോഴും ഇനി സിനിമയെടുപ്പ് വേണ്ട എന്ന ചിന്തയിലായിരുന്നില്ല അദ്ദേഹം. അടുത്തത് എന്തെടുക്കാം എന്നായിരുന്നു ആലോചന. ആ ഇടയ്ക്കാണ് MTയുടെ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന ചെറുകഥ വായിച്ചത്. മുറപ്പണ്ണിലെ ബാലനെയും ഭാഗ്യയെയും സിനിമയിൽ കണ്ടിട്ടുള്ളവർക്കും വായിച്ചിട്ടുള്ളവർക്കും മറക്കാനാവില്ലല്ലോ. അടുത്ത സിനിമ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന് നിശ്ചയിച്ചു. പരമോണ ഉറപ്പിച്ചു, ഇനി ഞാൻ അടുത്തൊരു സിനിമ എടുക്കുന്നെങ്കിൽ അത് സ്നേഹത്തിൻ്റെ മുഖങ്ങളാണ്. കോഴിക്കോട് ചെന്ന് MTയെ കണ്ടു, കാര്യം പറഞ്ഞു. നിണമണിഞ്ഞ കാൽപ്പാടുകൾ പ്രദർശന വിജയം ആകാതെ പോയതൊക്കെ MTക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ചോദിച്ചു, ഉടനെ വേണോ പരമു? സാമ്പത്തികമായി ഇപ്പോൾ എങ്ങനെ? ഉടനെ തുടങ്ങാനായിട്ടുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടോ എന്നൊക്കെയായിരുന്നു ആദ്യത്തെ ചോദ്യം. അല്ലാതെ നീ എത്ര അഡ്വാൻസ് ഉണ്ടെന്ന് വേണ്ട, നിന്നെ അടുത്തൊരു പടം കൂടെ എടുത്ത് തുലച്ചു തരാം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. വാസുവിൻ്റെ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആരെയെങ്കിലുമൊക്കെ കാണണം. ചില മദ്രാസിലുള്ള മാർവാടികളെന്ന് പറയുന്ന ഫൈനാൻസർമാരെയും കാണണം എന്ന് മറുപടി പറഞ്ഞു പരമോണൻ. പക്ഷേ അതിനു മുമ്പ് വാസുവിൻ്റെ ഒരു സമ്മതം കൂടി വേണം. സ്നേഹത്തിൻ്റെ മുഖങ്ങൾ തിരക്കഥ എഴുതുന്നതും വാസു തന്നെ ചെയ്താൽ നന്നാവും എന്നായി പരമോണൻ. അതുവരെ MT തിരക്കഥ എഴുതിയിട്ടില്ല. വേണമെങ്കിൽ നമുക്കതും ആലോചിക്കാമെന്നായിരുന്നു MTയുടെ ഉത്തരം. കോഴിക്കോട് ഇരുന്ന് തന്നെ നമുക്ക് എഴുതാം, അതാകുമ്പോൾ അദ്ദേഹത്തിന് മാതൃഭൂമിയിൽ ജോലിക്കും പോകാമല്ലോ. പരമോണൻ അതൊക്കെ സംസാരിച്ച് മദ്രാസിലേക്ക് പോയി. MT തന്നെ മുൻകൈ എടുത്ത് കോഴിക്കോട്ടൊരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു. ശോഭന പരമേശ്വരൻ നായർ മദ്രാസിൽ നിന്ന് വന്നു. MTയുടെ വീട്ടിൽ പോയി എല്ലാ ദിവസവും ഉണ്ണും. MT വരില്ല, MT മാതൃഭൂമി തന്നെയല്ലോ, അവിടെ നല്ല വെയിറ്റർ ഊണ് കിട്ടുമല്ലോ. പരമോണൻ നടന്നു പോയി MTയുടെ വീട്ടിൽ ചെന്ന് ഉണ്ണും. മാതൃഭൂമിയിൽ നിന്നും 3-4 മണിയാകുമ്പോൾ MT എത്തും. അപ്പോൾ MT വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം രാത്രി വീട്ടിൽ പോവില്ല, പരമോണൻ്റെ കൂടെ കൂടും. ചിത്രത്തിൻ്റെ രൂപരേഖകളൊക്കെ ചർച്ച ചെയ്തു. അത് അന്നന്ന് പറയുന്ന കാര്യങ്ങൾ രാത്രി തന്നെ എഴുതിയുണ്ടാക്കും. ഒരാഴ്ച കൊണ്ട് സ്നേഹത്തിൻ്റെ മുഖങ്ങൾ മുറപ്പെണ്ണ് എന്നാക്കാനും അതിൻ്റെ ഏതാണ്ട് ഒരു 1 ലൈനും MT ശരിയാക്കി. അപ്പോൾ MT പറഞ്ഞു, ഞാൻ മദ്രാസിൽ വരാം, അവിടെ ഇരുന്ന് വായിച്ച് മാറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് വരുത്താം. മദ്രാസിലേക്ക് MT ചെന്നു, വായിച്ചു, ചർച്ച ചെയ്തു, തിരുത്തി പോന്നു. വിൻസെൻ്റ് മാഷിനെ സംവിധായകനായി നിശ്ചയിച്ചു. K. രാഘവൻ മാഷിന് അക്കാലത്ത് ആൾ ഇന്ത്യ റേഡിയോയിൽ ജോലിയുണ്ട്. അപ്പോൾ നീലക്കുയിലൊക്കെ ചെയ്ത് സൂപ്പർ ഹിറ്റായി നിൽക്കുകയല്ലേ, അതിൻ്റെ സ്റ്റില്ലും പരമോണനായിരുന്നല്ലോ. അപ്പോൾ ARൽ ആൾ ഇന്ത്യ റേഡിയോയിൽ ലീവ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് മാഷ് പറഞ്ഞു. ഇനി ആര് എന്ന് ചിന്തിച്ചപ്പോൾ മാഷ് എന്നെ പറഞ്ഞു, നിങ്ങൾ ആ ചിദംബരത്തിനെ വിളിച്ച് സംഗീത സംവിധായകനാക്ക്, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ചിദംബരം ആരെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മുടെ രാജാമണിയുടെ അച്ഛൻ PA ചിദംബരനാഥ്. ഭാസ്കര മാഷ് പാട്ടുകൾ എഴുതി, പ്രേംനസീറും ശാരദയുമൊക്കെ അഭിനയിച്ചു.
പടം ശ്രദ്ധേയവുമായി. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരും ഒലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്ന ഒറ്റ ഗാനം മതിയല്ലോ എം ടിയുടെ ആദ്യ തിരക്കഥയിൽ വന്ന സിനിമയെ ഓർമ്മിക്കപ്പെടാൻ. നല്ല അസൽ പാട്ടല്ലേ. മുറപ്പെണ്ണ് പുറത്തു വന്നത് 1965-ലാണ്. സംസ്ഥാന അവാർഡ് നൽകാൻ തുടങ്ങുന്നത് 1969-ലാണ്. അല്ലെങ്കിൽ ആദ്യ രചനയ്ക്ക് തന്നെ എം ടി മികച്ച തിരക്കഥാകൃത്തായേനെ. ആദ്യത്തെ തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കടൽപ്പാലത്തിൻ്റെ തിരക്കഥ എഴുതിയ തോപ്പിൽ ഭാസിയായിരുന്നു. തിരക്കഥകളുടെ ആദ്യത്തെ അവാർഡ് നേടിയത്. കഥകളും നോവലുകളും എഴുതിപ്പോന്ന എം ടി മുറപ്പെണ്ണ് എഴുതിയ ശേഷം ഒരിക്കലും തിരക്കഥാ രംഗത്ത് പരാജിതനായില്ല. എം ടിയുടെ ഒരു തിരക്കഥയ്ക്കായി കൊതിച്ച നിർമ്മാതാക്കളും സംവിധായകരും നിരവധിയായിരുന്നു. സുഹൃതം സിനിമ തുടങ്ങാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോഴും ഇപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട് പല ചോദ്യങ്ങൾ. എങ്ങനെ ഹരികുമാറിന് എം ടിയുടെ തിരക്കഥ ലഭിച്ചു എന്നതാണ് ഒരു ചോദ്യം. സത്യനന്ദിക്കാടും പ്രിയദർശനുമൊക്കെ എം ടിയുടെ ഒരു തിരക്കഥയ്ക്കായി ആഗ്രഹം പ്രകടിപ്പിച്ചവരാണ്. നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എം ടി സാറേ ഒരു തിരക്കഥ തന്ന് സഹായിക്കണമെന്ന്, അല്ലെങ്കിൽ താങ്കളുടെ ഒരു തിരക്കഥ എനിക്ക് സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. പ്രിയന് ഒന്നുമില്ലെങ്കിലും ഓളവും തീരവും റീമേക്ക് ചെയ്യാനായി, അന്തിക്കാടിനായി സത്യേട്ടനായി 3-4 കഥ എം ടി പറഞ്ഞതാണ്. എല്ലാം എം ടി സ്റ്റൈലിലുള്ള കഥകളാണ്. സത്യേട്ടൻ്റെ സ്റ്റൈലിലേക്ക് അത് മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള കഥകളായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യേട്ടന് എം ടിയുടെ ഒരു തിരക്കഥയിൽ സിനിമ ചെയ്യാനായില്ല. ഒരു മനുഷ്യനാവുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകാം. അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് ഞാൻ പറയും. എം ടി ചെയ്തതും ചെയ്യാത്തതുമായ നിരവധി കുറ്റങ്ങളും കുറവുകളും ഇപ്പോൾ എം ടിക്ക് ചാർത്തി കൊടുക്കുന്ന കാലമാണ്. ആണത്വമുള്ളവരാണെങ്കിൽ, ചങ്കൂറ്റമുള്ളവരാണെങ്കിൽ, തെറ്റിനെ തെറ്റെന്ന് പറയുന്നവരാണെങ്കിൽ എം ടി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റിനെ വിരൽ ചൂണ്ടി പറയണമായിരുന്നു. അതാണ് വ്യക്തിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിവിടെ ജീവിച്ചിരിക്കുന്ന പലരുടെയും കുഴപ്പങ്ങൾ പറയാറുണ്ടല്ലോ, അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ പറയണം. മരിച്ചതിൻ്റെ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല എം ടിയെ കിളക്കേണ്ടത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ റാൻമൂളികളായി നടന്നിട്ട് മരിച്ച ശേഷം അദ്ദേഹത്തെ ചെളിവാരി എറിഞ്ഞ് ജീവിക്കുന്ന വീട്ടുകാരെ നാറ്റാനിറങ്ങുന്നത് വ്യക്തിത്വം ഇല്ലായ്മയാണ് എന്ന് ഞാൻ പറയും. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ മാതൃഭൂമിയിൽ ജോലിയുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ പണിയെടുക്കുകയും ഇങ്ങനെ നിൽക്കുകയും, അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുണ്ട്, അവരിത് വായിക്കുമ്പോൾ മോശമാണ് അവരെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്നുള്ള ബോധമില്ലാത്ത, വ്യക്തിത്വമില്ലാത്തവരെ ആ പണി ചെയ്യുള്ളൂ. DC ബുക്സിൻ്റെ പബ്ലിക്കേഷൻ വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു ഒരു AV ശ്രീകുമാർ. എത്ര പേർക്ക് അറിയാം AV ശ്രീകുമാറിനെ എന്നെനിക്കറിയില്ല. EP ജയരാജൻ്റെ ആത്മകഥ പബ്ലിഷ് ചെയ്യാൻ അനുമതി നൽകാതെ ആ പുസ്തകത്തിലേതെന്ന് പറഞ്ഞ് കുറേ പാർട്ടി വിരുദ്ധ പേജുകൾ പുറത്തുവിട്ട് വിവാദത്തിലായ ആളാണ് AV ശ്രീകുമാർ. ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാഷ്ട്രീയ ബോംബായി EP-യുടെ ആത്മകഥയുടെ കുറേ ഭാഗം പുറത്തുവിട്ട് വിവാദത്തിന് AV ശ്രീകുമാർ തിരികൊളുത്തുകയായിരുന്നു. DC ബുക്സിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗം തലവൻ ആത്മകഥാഭാഗങ്ങൾ ചോർത്തി പുറത്തുവിട്ടെന്നായിരുന്നു DGPക്ക് EP ജയരാജൻ കൊടുത്ത പരാതി. AV ശ്രീകുമാർ മുൻകൂർ ജാമ്യത്തിനൊക്കെ പോയി. പിന്നെന്തായി കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. എന്തായാലും DC ബുക്സ് AV ശ്രീകുമാറിനെ പുറത്താക്കി. ശ്രീകുമാരൻ ചുമ്മാ ഇരുന്നില്ല, സ്വന്തമായി ഒരു പുസ്തകശാല അങ്ങ് തുടങ്ങി. എടാ രവി DC, നീ എന്നെ പുറത്താക്കിയല്ലേ, നിൻ്റെ കൂടെ നിന്ന് എല്ലാ കളികൾക്കും കൂട്ടു നിന്നിട്ട് നീ എന്നെ പുറത്താക്കിയല്ലേ, എന്നാൽ ഞാനും തുടങ്ങും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പുസ്തകശാല തുടങ്ങി. DC ബുക്സിനോടൊന്നും മപ്പടിക്കാനാവില്ല. ഒരു വലിയ കുത്തക പ്രസ്ഥാനമായി വളർന്നില്ലേ അത്. എങ്കിലും ശ്രീകുമാറിൻ്റെ പുസ്തകശാല ഓണം ബെമ്പർ അടിച്ചതുപോലെയാണ് ഇപ്പോൾ. ബുക്ക് വേം എന്നാണ് പുസ്തകശാലയുടെ പേര്. എം ടിയുടെ ആദ്യ ഭാര്യ പ്രമീള നായരെ പറ്റി MT സ്പേസ് എന്ന പേരിൽ, പിന്നെ 6 വിരള തേങ്ങ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, 2 പെണ്ണുങ്ങൾ എഴുതിയ പരദൂഷണ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് AV ശ്രീകുമാറിൻ്റെ ബുക്ക് വേമാണ്. അപ്പോൾ ശ്രീകുമാർ സ്ട്രൈറ്റ് അല്ലെന്ന് തോന്നി. EP ജയരാജൻ്റെത് കഴിഞ്ഞപ്പോൾ അടുത്തത് എം ടിയെ തള്ളക്കി വിളിക്കുന്ന പുസ്തകം തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. EP ജയരാജൻ്റെ കേസ് പോലെ ഒന്ന് വരാവുന്ന ഐറ്റമാണ് ഇതും. ചൂടപ്പം പോലെ, കൊച്ചു പുസ്തകം പോലെ, എന്താ പറയുക, അടിച്ചടിച്ചിറക്കുന്ന പുസ്തകങ്ങൾ അപ്പം തന്നെ ചൂടോടെ വിറ്റ് തീരുകയാണ്. എന്നോടൊരു പ്രസാധകൻ
തലസ്ഥാനത്ത് വെച്ച് പറഞ്ഞത്, ഇത്തരം പടക്കങ്ങൾ ഇതിനെ ഈ എം ജിയെക്കുറിച്ച് എം ഡിയുടെ എന്താ പറയുക പ്രമീള നായരുടെ കഥയാണല്ലോ ഞാൻ പറയുന്നത്, എം ഡിയുടെ അല്ലല്ലോ എന്നൊക്കെ വാചം അടിക്കുന്നുണ്ട് എഴുതിയ ഒരു പെണ്ണുപിള്ള. ഈ പുസ്തകങ്ങളെ ആ പ്രസാധകൻ എന്നോട് പറഞ്ഞത് പടക്കങ്ങൾ എന്നാണ്. ദിനേശേ, ഇത്തരം പടക്കങ്ങൾ ചൂടപ്പം പോലെ വിൽക്കണം, അതായത് ഇറങ്ങിയാൽ പെട്ടെന്ന് വിറ്റെടുക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ പടക്കങ്ങളൊക്കെ നനഞ്ഞ പടക്കമായി മാറും. ഇതൊരു ഗോസിപ്പ് പുസ്തകമല്ലേ, പക്ഷേ 50,000 കോപ്പി അടിക്കാൻ ശ്രീകുമാറിൻ്റെ കയ്യിൽ എവിടെയാണ് ദിനേശേ കാശ്? 50 പുസ്തകത്തിൻ്റെ കാശടച്ച് വരുന്നതും കാത്തിരിക്കുകയാണ് ഓരോ തലസ്ഥാനത്തുള്ള ഈ പുസ്തകങ്ങൾ വിൽക്കുന്ന ഓരോ സ്റ്റാളുകളും. ഉച്ചയ്ക്ക് മുമ്പ് ഇന്ന് തന്നെ 6 പേർ പുസ്തകം തിരക്കി വന്നു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിരാശ, അതായത് പുസ്തകം ഇല്ല എന്നറിഞ്ഞപ്പോൾ നിരാശ. എന്താണെന്നറിയില്ല, മരിച്ചുപോയ എം ടിക്കിട്ട് ഞോടാനാണ് ചിലർക്ക് താല്പര്യം. ഈ പുസ്തകം എഴുതിയതിലൊന്ന് ഇന്ന് പറയുന്നത് കേട്ടു, ഇത് എം ടിയെക്കുറിച്ചുള്ള പുസ്തകമല്ല, പ്രമീള നായരെക്കുറിച്ചുള്ള പുസ്തകമാണെന്ന്. പ്രമീള നായരുടെ മകൾ സിത്താര അമേരിക്കയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ റൈറ്റ് വാങ്ങിയോ പ്രമീള നായരെക്കുറിച്ച് എഴുതാൻ? എം ടിയുടെ മകൾ ആണ് എന്താ പറയുക സിത്താര. എം ടിയുടെ മറ്റൊരു മകൾ കോഴിക്കോട്ട് ജീവിച്ചിരിപ്പുണ്ട്. എം ടിയുടെ 2ാം ഭാര്യ കോഴിക്കോട്ട് ജീവിച്ചിരിപ്പുണ്ട്, സരസ്വതി, കലാമണ്ഡലം സരസ്വതി. 2ാമത്തെ മകൾ അശ്വതിയോട് പെർമിഷൻ വാങ്ങിച്ചു. ഒരു പെർമിഷൻ വാങ്ങാതെ എഴുതിയിട്ട് പറയാണ്, ഇത് പ്രമീള നായരെക്കുറിച്ചുള്ള ആത്മകഥയാണ് ഞങ്ങൾ എഴുതുന്നത്. അതിൽ വന്നു പോകുന്നൊരു കഥാപാത്രമല്ലേ ഈ വാസു, അതുകൊണ്ട് അയാളുടെ മക്കളുടെ സാങ്ഷൻ വാങ്ങിക്കേണ്ടെന്ന്. എന്തൊരു വിചിത്ര ന്യായം എന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർ അശ്വതിയോട് വാങ്ങിക്കേണ്ട, സിത്താരയുടെ സാങ്ഷൻ വാങ്ങണ്ടേ? ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്താ ഇതിനൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സ്ത്രീപക്ഷ ഘോര വായ്ത്താരികൾ ഓരിയിടുന്ന ഈ പെണ്ണുപിള്ളയ്ക്ക് പ്രമീള നായരെ ചാരി എം ടിയെ തെറി പറഞ്ഞാൽ 3 സ്ത്രീകൾക്കെങ്കിലും നാണക്കേടാണ്, അവർക്ക് നോവും എന്ന ചിന്ത പോലുമില്ലാതെ ചുളിവിൽ കാശും പേരും അടിക്കാനായി പ്ലാൻ ചെയ്തുണ്ടാക്കിയ പുസ്തകമാണ് ഇത് എന്നതാണ് പരമാർത്ഥം, പച്ച പരമാർത്ഥം. അതാണ് എം ടിയെ വിറ്റ് കുറച്ച് കാശുണ്ടാക്കുക. അയാളെ തെറി പറഞ്ഞാൽ വായിക്കാൻ ആളെ കിട്ടുമെന്ന് അവർക്കറിയാം. എം ടി മാത്രമല്ലേ മരിച്ചു പോയുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയും 2 പെൺമക്കളും, 2 ഭാര്യമാരിലുള്ള 2 പെൺമക്കളും ജീവിച്ചിരിക്കുന്നു എന്ന ബോധം ഈ സ്ത്രീപക്ഷ പേനയുന്തൽകാരിക്ക് തോന്നേണ്ടതല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നാളെ എ വി ശ്രീകുമാറിനെ പോലൊരു പുസ്തക പ്രസിദ്ധീകരണക്കാരൻ ഇറക്കാമെന്ന് ഉറപ്പ് കൊടുത്താൽ പ്രശസ്തനായ ഒരു സംവിധായകൻ, കോഴിക്കോട്ട് മാത്രം സിനിമ പിടിച്ചിരുന്ന സംവിധായകൻ, സ്ത്രീകളോട് അമിതമായ താല്പര്യമുള്ള അയാൾക്കായി കോഴിക്കോട്ടൊരു പ്രശസ്തമായ ഹോട്ടലുകാരൻ 2 മുറികളെ ഒന്നാക്കുന്ന മായാജാലമുള്ള ഒരു വിചിത്ര മുറി ഈ സംവിധായകനായി പണിതിരുന്നുവെന്നും ആ സംവിധായകന് സ്ഥിരമായി പേന ഉന്തിയിരുന്ന ഒരു ഡ്രില്ല് മാഷ് ആദർശം പറയുമെങ്കിലും സംവിധായകൻ്റെ സ്ത്രീ ലീലാവിലാസങ്ങൾക്ക് മാമാപ്പണി ചെയ്തിരുന്നു എന്നും പറയുന്ന ഒരു പുസ്തകം ആരെങ്കിലും എഴുതി എ വി ശ്രീകുമാർ പ്രസിദ്ധീകരിച്ചാൽ ഈ പേനയുന്ത് തൊഴിലാളി അടങ്ങിയിരിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ ഒരു പുസ്തകം എഴുതാം, വേണമെങ്കിൽ ഒരു 100 പേജൊക്കെ ആണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും. ഒരുപാട് എന്താ പറയുക, ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട ഈ സംവിധായകൻ്റെ എന്താ പറയുക സ്ത്രീ വിരുദ്ധ പണികളെക്കുറിച്ച് ഒരുപാട് കഥകൾ എനിക്കറിയാം. പലരും പറഞ്ഞു, കൂടെ നടന്നവർ എന്നെ പറഞ്ഞ് എനിക്കറിയാം. ഇതൊക്കെ വെച്ചൊരു പുസ്തകം വേണമെങ്കിൽ എഴുതാം, ചൂടപ്പം പോലെ. അപ്പോൾ ഈ ആദർശം പറയുന്ന ഡ്രില്ല് മാഷ് അതിനെല്ലാം കൂട്ടു നിൽക്കുക അല്ലാതെ അങ്ങനെ ചെയ്യരുത് എന്ന് ആ സംവിധായകനോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എത്ര പെൺകുട്ടികളുടെ കണ്ണീർ വീണ ചാരിത്രം കവർന്നെടുത്ത മുറിയായിരുന്നു അതെന്ന് ഈ പേനയുന്തുകാരിക്കൊക്കെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു തരത്തിൽ ഈ സംവിധായകനെ പ്രോത്സാഹിപ്പിച്ച, എതിർത്ത് പറയാത്ത ഡ്രിൽ മാഷിനെ പറ്റി പുസ്തകം എഴുതിയാൽ വായിക്കുന്നവർക്കെങ്കിലും മനസ്സിലാവും ഈ കക്ഷി ആരാണെന്ന്, ഈ ഡ്രിൽ മാഷ് ആരാണെന്ന് മനസ്സിലാവും. ഞാൻ അതാണിപ്പോൾ ചിന്തിക്കുന്നത്. മരിച്ചുപോയ ഡ്രിൽ മാഷിനെ പറ്റി ക്ഷോഭത്തോടെ എഴുതിയാൽ മകൾക്ക് നോവില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. എം ടിയുടെ പ്രശസ്തിയെ, എം ടിയുടെ വിചിത്ര സ്വഭാവത്തെ, താൻ പൊരിമയെ എതിർക്കാൻ കെൽപ്പില്ലാത്ത ഷണ്ടന്മാരും ഷണ്ടത്തികളും എം ടി മരിച്ചു എന്ന ഒറ്റ കാരണത്താൽ എം ടിയെ കൊത്തിപ്പറിക്കുമ്പോൾ എം ടിയുടെ ചോരയിൽ പിറന്ന മക്കൾ ഒരു ബൈറ്റും കൊടുത്തിട്ട് താടിക്ക് കൈയും കൊടുത്ത് ഇരിക്കുകയല്ല വേണ്ടത് എന്നാണ് എനിക്ക് ആ 2 മക്കളോടും പറയാനുള്ളത്. പുസ്തകങ്ങളുടെ റോയൽറ്റി തന്നെ ലക്ഷങ്ങൾ വർഷങ്ങൾ തോറും കിട്ടും. ഒരു പണിയും ചെയ്യാതെ അവരുടെ വീട്ടിലെത്തും ആ കാശ്. കുറേ അങ്ങ് ചിലവാക്കണം അച്ഛന് വേണ്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിങ്ങനെ താടിയും കൈയും കൊടുത്ത് കോഴിക്കോട്ടും അമേരിക്കയിലും ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ നല്ല ക്രിമിനൽ ലോയറെ വച്ച് ഈ കേസ് ഫയൽ ചെയ്യണം. ഇത് വിറ്റ് തിരുമുമ്പേ ഫയൽ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ആദ്യ ഭാര്യയുടെ മകൾ
കൂടെ നിൽക്കുമെങ്കിൽ ഈ എഴുതിയ 2 എണ്ണവും ഇറക്കിയവനും എന്താ പറയുക, ഉണ്ട തിന്നുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് മക്കൾക്ക് ചംകുറ്റും വേണം, കാശ് ഇറക്കിയും വേണം. 2 പേരെ കയ്യിൽ ഇട്ടുമൂടാനുള്ള കാശുണ്ട്. അവർ അമേരിക്കയിൽ ഭാര്യയും ഭർത്താവും വലിയ ഉദ്യോഗത്തിൽ കഴിയുന്നവരാണ്. ഇവിടെയാണെങ്കിൽ MGയുടെ എന്താ പറയുക, പുസ്തകത്തിൻ്റെ റോയൽറ്റി മാത്രം മതി ഓരോ വർഷവും കിട്ടുന്ന എത്ര ലക്ഷമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ 2 ഊഴം സിനിമയാവാൻ പോവുകയാണല്ലോ വീണ്ടും. അതിൻ്റെ തിരക്കഥയ്ക്ക് 10 കോടി രൂപയാണ് ശമ്പളം. 1 കോടി ഇതിനു വേണ്ടി ചിലവാക്കണമെന്നേ ഈ ഇളയ കുട്ടി. 10 ദിവസമെങ്കിൽ 10 ദിവസം ജയിലുണ്ട തിന്നിക്കണം ഇത്തരം ബാച്ചുകളെ എന്ന് ഞാൻ പറയും. അപ്പോഴാണ് അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നത്. MGയുടെ എഴുത്തിനെ, MGയുടെ വ്യക്തിത്വത്തെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. MG ആരാധിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ, എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാനിപ്പോൾ പറയണോ? ഉണ്മ മോഹനെ എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല. നൂർനാട് മോഹനൻ എന്ന് പറഞ്ഞാൽ കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഉണ്മ അദ്ദേഹം ഇറക്കിയിരുന്ന ലിറ്റിൽ മാഗസീനായിരുന്നു. എത്ര പേർക്ക് ഉണ്മ മോഹൻ എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ നൂർനാട് മോഹനെ എല്ലാവർക്കും അറിയാമായിരിക്കും. അക്ഷരത്തെ സ്നേഹിക്കുന്നവർക്ക് എന്തായാലും നൂർനാട് മോഹനെ അറിയാമായിരിക്കും. എഴുത്തുകാരനും പത്രാധിപരും ഉണ്മ പബ്ലിക്കേഷൻ ഉടമയും ഒക്കെയാണ് അദ്ദേഹം. കാലറ്റം വരെ നീണ്ട ജുബയും വലിയ കരയുള്ള മുണ്ടും കറുത്ത കട്ടി കണ്ണടയും സമൃദ്ധമായ തലമുടിയൊക്കെയുള്ള ഈ മനുഷ്യനെ എനിക്കൊരുപാട് ഇഷ്ടമാണ്. നൂർനാട് മോഹൻ എന്ന ഉണ്മ മോഹനെ ഇത്തവണത്തെ നിയമസഭാ പുസ്തകോത്സവത്തിലും ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. കുറേ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. അദ്ദേഹത്തെ വളരെ മോശമായി അടുത്ത കാലത്ത് ചതിച്ച ഒരു സിനിമാക്കാരനെ പറ്റി വിഷമിച്ച് അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഒരു വലിയ ചതി മലയാള സിനിമയിൽ ഞാൻ ചേട്ടാന്ന് വിളിച്ച് ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ ഈ പറയുന്ന നൂർനാട് മോഹനോട് കടുത്ത ഒരു ചതി ചെയ്തു. അദ്ദേഹം വളരെ വിഷമത്തോടെ എന്നോട് പറഞ്ഞു. ചതിച്ചയാളും ഞാനും നല്ല ബന്ധമാണെന്ന് മനസ്സിലായല്ലോ. എന്നാലും ഞാൻ പറഞ്ഞു, ഞാനൊരു എപ്പിസോഡ് വേണമെങ്കിൽ ചെയ്യാം ഈ ചതിയെപ്പറ്റി. അപ്പോഴും ഈ ഉണ്മ മോഹൻ എന്നോട് പറഞ്ഞത്, വേണ്ട മാഷേ, ഞാൻ അയാളെപ്പോലെ ചെയ്യില്ല, മാഷൊന്നും പറയണ്ട, ഞാൻ നിയമ നടപടിക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആ വഴി പോട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് വീണ്ടും കഥയിലേക്ക് തന്നെ വരാം. നൂർനാട് മോഹന് ഒരു ദിവസം തോന്നി, വന്ധ്യവയോധികനായ രോഗാതുരനായ പെരുമ്പിടവൻ ശ്രീധര സാറിനെ ഒന്ന് നേരിൽ കണ്ടാലോ. പ്രായാധിക്യത്തിൻ്റെ അവശത കലശലാണിപ്പോൾ. ഞാൻ അടുത്ത കാലത്ത് പോയി കണ്ടിരുന്നത് ഞാൻ പറഞ്ഞല്ലോ. പെരുമ്പിടവൻ നല്ല അവശനാണ്, ഓർമ്മക്കുറവുണ്ട്, മൊത്തത്തിൽ ഒന്ന് എന്താ പറയുക ഡള്ളായിപ്പോയി. അദ്ദേഹം തിരുവനന്തപുരത്തെ തമലത്ത് വർഷങ്ങളോളമായി, ഒരുപാട് വർഷമായി അദ്ദേഹം ജീവിക്കുന്നത് തിരുവനന്തപുരത്ത് തമലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ വീട് പൂട്ടിയിട്ടിട്ട് അദ്ദേഹം ഇപ്പോൾ പെരുമ്പിടവത്താണ് താമസം. ഒരു മകൾ അല്ലിയും അവരുടെ ഭർത്താവും കൂട്ടിനുണ്ട്. പെരുമ്പിടവെങ്കിൽ പെരുമ്പിടം ഉണ്മ മോഹൻ വച്ചു പിടിച്ചു അവിടേക്ക്. കൂട്ടിന് കിടങ്ങറ ശ്രീവത്സൻ എന്ന കവിയെയും കൂടെ കൂട്ടി. ഉച്ച കഴിഞ്ഞ് 2 പേരും കൂടി പെരുമ്പിടവത്തെത്തി. 40 വർഷത്തെ സൗഹൃദം കൊണ്ട് ഉണ്മ മോഹന് പെരുമ്പിടവുമായി 2 മണിക്കൂറോളം പെരുമ്പിടവം വീട്ടിൽ സംസാരിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന ഉണ്മ മോഹൻ മാത്രമാണ് സംസാരിക്കുന്നത്. എല്ലാം കേട്ടുകൊണ്ട് പെരുമ്പിടവം ഇരുന്നും കിടന്നും പുഞ്ചിരിച്ചും പ്രോത്സാഹിപ്പിച്ചു. തിരിച്ചുള്ള മറുപടി വളരെ കുറവായിരുന്നു. അത് ഉണ്മ മോഹൻ തന്നെ പറയുന്നു, വളരെ കുറച്ച് മാത്രമേ അദ്ദേഹം പ്രതികരിച്ചുള്ളൂ. MGയെക്കുറിച്ചും ഇപ്പോൾ അദ്ദേഹത്തെ തള്ളക്കി വിളിക്കുന്ന വിവാദ പുസ്തകത്തെ പറ്റിയൊക്കെ എന്താ പറയുക, നൂർനാട് മോഹൻ അദ്ദേഹത്തോട് സംസാരിച്ചു. കോട്ടയം DC-യിൽ നിന്നും വാങ്ങിയ കമൽഹാസൻ നായകനായ ഒരു പടമുണ്ടല്ലോ, അന്തിവേലിലെ പൊന്ന്, അത് പെരുമ്പടവത്തിൻ്റെ നോവലാണല്ലോ. അന്തിവേലിലെ പൊന്ന് എന്ന പെരുമ്പടവത്തിൻ്റെ പുസ്തകം ഉണ്മ മോഹൻ വാങ്ങി കൈ വച്ചിരുന്നു. അത് എടുത്ത് നീട്ടി. അതിൽ മനോഹരമായ കൈപ്പടയിൽ തൻ്റെ പേരെഴുതി പെരുമ്പടവം ഒപ്പിട്ട് കൊടുത്തു. ഫോട്ടോകളെടുത്തു. യാത്ര പറഞ്ഞിറങ്ങി. അപ്പോഴും പെരുമ്പടവും കിടക്കുകയാണ്. നടന്നു തുടങ്ങിയ നൂർനാട് മോഹനെയും കിടങ്ങറ ശ്രീവത്സൻ്റെയും പിന്നാലെ അല്ലി ഇറങ്ങി ഓടി വന്നു. ചേട്ടനെ ചാച്ചൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു. പെരുമ്പടത്തിന് അച്ചാന്നൊന്നുമല്ല വിളിക്കുന്നത്, ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. വീണ്ടും ഉണ്മ തിരിഞ്ഞു കിടന്നു. പെരുമ്പടവും പതിവ് ചോദിച്ചു, നമ്മുടെ MG മരിച്ചു പോയെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഉണ്മയൊന്ന് ഞെട്ടി. ശരിയാണ്,
അപ്പോൾ പെരുമ്പടവ് പറഞ്ഞ മറുപടി, എം ജിയൊക്കെ നമ്മുടെ ഗുരുനാഥന്മാരായിരുന്നു. ഉണ്മ മോഹൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പെരുമ്പടവത്തിൻ്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് മോഹൻ നടന്നു. എം ജി ബോറനാണെന്നോ, പെണ്ണുപിടിയനാണെന്നോ, ആദ്യ ഭാര്യയെ ചതിച്ച ക്രൂരനാണെന്നോ ഏവളെങ്കിലും എഴുതി പിടിപ്പിച്ചാലൊന്നും അത് എം ജിയെ ബാധിക്കില്ല എന്നുള്ളതാണ് സത്യം. എഴുതുന്നവൾ ആരായാലും അവൾ മാറും. അതിനായൊരു ഉദാഹരണം പറഞ്ഞതാണ് പെരുമ്പടവം എം ജിയെ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നുള്ളത്. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറയും പോലെ ഇപ്പോഴിതാ എം ജിയെക്കുറിച്ച് പുതിയൊരു വിവാദം തലപൊത്തുന്നു. എം ജി എഴുതി ഹരികുമാർ സംവിധാനം ചെയ്ത സുഹൃതം ഒരു കോളേജ് അധ്യാപിക എഴുതി DC ബുക്സിൻ്റെ നോവൽ മത്സരത്തിൽ അവാർഡ് വാങ്ങിയ പുസ്തകത്തെ MT വാസുദേവൻ നായർ കോപ്പി അടിച്ചു എന്നുള്ളതാണ് പുതിയ വിവാദം. സുഹൃതത്തെപ്പറ്റി കുറച്ച് ആധികാരികമായി തന്നെ എനിക്ക് പറയാനാവും. സുഹൃത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു ഉണ്ണി നാരായണൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. ഉണ്ണിച്ചേട്ടൻ MTയുടെ മനസാക്ഷിയാണ്. MTയുടെ വള്ളുവനാടൻ സ്ലാങ് തെറ്റാതെ പറയിപ്പിക്കാൻ മാത്രമാണ് ഉണ്ണി നാരായണൻ ഓരോ സിനിമയ്ക്കും വരുന്നത്. പാകമാകാത്ത ജുബ്ബയൊക്കെ ഇട്ട് ദാരിദ്ര്യ താടി വെച്ച് കട്ടി കണ്ണടയിലൂടെ നോക്കി ഞാൻ പഴയകാല ഒരു നെക്സലൈറ്റ് ആണ് എന്ന് അഭിമാനത്തോടെ പറഞ്ഞ് ബീഡി വലിക്കൽ ജന്മാവകാശം പോലെ നടപ്പിലാക്കുന്ന ഒരു പാവ മനുഷ്യനാണ് ഉണ്ണിനാരായണൻ. ഈ ഡയലോഗ് അല്ലാതെ മറ്റൊന്നിനും ഉണ്ണിച്ചേട്ടൻ ഇടപെടേയില്ല. വള്ളുവനാടൻ സ്ലാങ്ങിൽ ഒരു വാക്ക് തെറ്റിക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല. അങ്ങനെയല്ല, ഇങ്ങനെ പറയൂ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയിക്കുമായിരുന്നു. സുഹൃത്തിൻ്റെ തിരക്കഥ എഴുതി തുടങ്ങുന്നിടം മുതൽ എന്നല്ല, സുഹൃതം കഥ ഉറപ്പിക്കുന്നിടം മുതൽ ചിത്രീകരണം തീരും വരെ ഞാനുണ്ടായിരുന്നു. ചിത്രീകരണ കാലത്ത് എനിക്കൊരു കുഞ്ഞു പണി ഞാൻ നോ പറയാത്തതിനാൽ വച്ച എനിക്ക് നല്ല അടുപ്പമുള്ള ഒരു ടെക്നീഷ്യനും മറ്റൊരാളും കൂടി പണിഞ്ഞ പണിയിൽ ഹരിസാർ വീണു. എനിക്കിട്ടൊരു കൊച്ചു പണിയാണ് വെച്ചത്. 2 പേര് ചേർന്ന്, 2 പേരെ എനിക്കറിയാം. അതിലൊരാളെ അതിൽ വയ്ക്കുമ്പോൾ ഇയാളാണ് ഇന്ന സെക്ഷൻ ചെയ്യുന്നത് പറഞ്ഞു, ചേട്ടാ സാറേ അത് വെക്കണ്ട എന്ന് ഞാൻ നോ പറഞ്ഞത് അദ്ദേഹം വയ്ക്കില്ല. ആ കാലത്ത് അത്രയും ഞങ്ങൾ ബന്ധമായിരുന്നു. ആ ബന്ധത്തെ ശീതലമാക്കാനായിട്ട് 2 പേര് ചേർന്ന് എനിക്കെതിരെ ഒരു കളി കളിച്ചു. അതിൽ ഹരിസാർ വീഴുകയും ചെയ്തു. അദ്ദേഹം സെറ്റിൽ വളരെ മോശമായിട്ട് എന്നോട് പെരുമാറി. കൂട്ടത്തിൽ സുഹൃത്തെ പറ്റി ഒരു വരി എഴുതാത്ത ഒരു പെണ്ണും പിള്ളയെ PRO പോസ്റ്റിൽ ലൊക്കേഷനിൽ കുടിയിരുത്തുകയും ചെയ്തു. അവളോട് ഞാൻ നല്ല ശത്രുവിനെ പോലെ പെരുമാറി. കാരണം എനിക്ക് ഹരിസാറിനേക്കാളും അദ്ദേഹത്തിൻ്റെ ഭാര്യ ചന്ദ്ര ചേച്ചിയും 2 പെൺകുട്ടികളോടുമാണ് അടുപ്പം. അതുകൊണ്ട് തന്നെ ഞാനൊരു ശത്രുവിനെ പോലെ തന്നെ പെരുമാറി. അതും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൾ പറയുമല്ലോ, സാറേ സാറിൻ്റെ ശിക്ഷ എന്നോട് ഇങ്ങനെയൊക്കെ മോശമായി പെരുമാറുന്നു, എന്നെ ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കാണും. അതെൻ്റെ ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ അവൾക്കാവുമ്പോൾ പാരപണിയാൻ നല്ല എളുപ്പവുമാണ്. എന്തിനധികം ഷൂട്ടിംഗ് തീർന്ന അന്ന് ഞാൻ ഹരികുമാർ സാറിൻ്റെ റൂമിൽ പോയി. ഞാൻ പറഞ്ഞു, ഞാനിനി താങ്കളോടൊപ്പം ഇല്ല എന്ന് തുറന്ന് പറഞ്ഞു. നേരിട്ട് പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി. 5000 രൂപ മാത്രമാണ് സുഹൃത്തിന് അഡ്വാൻസായിട്ട് എനിക്ക് തന്നത്. ബാക്കി കാശ് വാങ്ങിക്കൊണ്ടു പോകാൻ എന്നോട് ആൽവിൻ ആൻ്റണി പറഞ്ഞു. അയാളാണ് കൺട്രോളർ. ഞാൻ പറഞ്ഞു, വൈശാലി രാമചന്ദ്രന് എൻ്റെ വക ഫ്രീ, ഇത്രയും പണി ചെയ്ത് ഫ്രീ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ തള്ളുന്നതാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ആൽവിൻ ആൻ്റണി എറണാകുളത്ത് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ചോദിച്ചു നോക്കൂ, അദ്ദേഹം സാക്ഷിയായിരുന്നു. 4 ത്രെഡുകൾ അല്ലെങ്കിൽ 4 കഥകൾ MT സാർ പറഞ്ഞപ്പോൾ ഓരോ കഥയും ഓരോ കാരണം പറഞ്ഞ് ഹരിസാർ കൗശലപൂർവ്വം ഒഴിവാക്കി. അങ്ങനെയാണ് 5ാമതൊരു കഥ പറയുന്നത്. അതാണ് സുഹൃതം. പറഞ്ഞ കഥകളിലൊന്നാണ് പിന്നീട് വേണു സംവിധാനം ചെയ്ത ദയയായി മാറിയത്. അതൊക്കെ ഹരികുമാർ സാർ തള്ളിക്കളഞ്ഞ സബ്ജക്റ്റാണ്. അധികം പേർക്ക് അന്ന് അറിയാത്ത MTയുടെ ജീവിതകഥയെ വിദഗ്ധമായി എഴുതിയുണ്ടാക്കിയ തിരക്കഥയാണ് സുഹൃതമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. നിരവധി സന്ദർഭങ്ങൾ MTയുടെ ജീവിത രംഗങ്ങളായിരുന്നു. അമിതമായ മദ്യപാനത്തിലേക്ക് MTയെ തള്ളിവിട്ട ജീവിത സാഹചര്യങ്ങളും MT രക്ഷപ്പെടില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ പേജ് വരെ ലേ ഔട്ട് ചെയ്തു വച്ചതും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതുമൊക്കെ സുഹൃത്തിൽ അദ്ദേഹം വളരെ കൗശലപൂർവ്വം തുന്നിച്ചേർത്തു. ക്യാൻസർ രോഗിയായ രവിശങ്കർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുവെങ്കിൽ MT അമിതമായ മദ്യപാനത്തിൽ തീവ്രമായ സിറോസിൻ്റെ പിടിയിൽ നിന്നാണ്
ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. മരിക്കും എന്ന് ഉറപ്പായപ്പോൾ താൻ പഠിപ്പിച്ച ഭാര്യയോട് നിൻ്റെ പഴയ കാമുകനോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കാൻ ആവശ്യപ്പെടുന്നു എം ടിയും പ്രമീള നായരും എന്ന അവർ രണ്ടുപേരും ആ കാലത്ത് ഒരു ട്യൂട്ടർ കോളേജിലെ അധ്യാപകരായിരുന്നല്ലോ. എം ടി തൻ്റെ ജീവിത സഖിയെ സിനിമാറ്റിക്കായി മാറ്റിയതാണ് സുഹൃതം. പക്ഷേ എം ടി ദീപയടി ബിരുദനായിരുന്നു എന്നാണ് ഒരു എന്താ പറയുക, ഒരു ചാണകത്തലൻ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഈ തുരുത്തിൽ ഞാൻ തനിയെ എന്ന നോവലിൽ നിന്നും പ്രചോദനമായതാണ് സുഹൃതം എന്നൊക്കെ പറഞ്ഞ് ഈ ചാണകത്തലയൻ തുരുതുരാ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അതെനിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. 2018 ഒക്ടോബർ 13 ഏഷ്യാനെറ്റ് വാർത്തയിൽ ഇക്കാര്യം പറഞ്ഞുവെന്നും ഒരു പത്ര കട്ടിങ്ങും ഇയാൾ ഈ പോസ്റ്റിൽ കാണിക്കുന്നുണ്ട്. 1985 DC ബുക്സ് നടത്തിയ നോബൽ മത്സര പുരസ്കാരം നേടിയ ഈ തുരുത്തിൽ ഞാൻ തനിയയിൽ നിന്ന് എം ടിക്ക് പ്രചോദനമായത്രേ. ഈ വിഷയം എം ടിയോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം മൗനം പാലിച്ചത്രേ. എടോ മണ്ടന്മാരെ, സുഹൃതം എൻ്റെ ജീവിത കഥയാടോ എന്ന് പറയണമായിരുന്നോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എം ടി സാറിൻ്റെ കുത്തി ചോദിക്കും, ഇങ്ങനെ ഇന്ന നോവലിൽ നിന്ന് മോഷ്ടിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ എടോ അത് എൻ്റെ ജീവിതമാണോ എന്ന് എങ്ങനെ ആ മനുഷ്യൻ പറയും? അതുകൊണ്ട് അദ്ദേഹം മൗനം പാലിച്ചു. 1994 പുറത്തു വന്ന സുഹൃതത്തിന് അതിനു 9 വർഷം മുമ്പ് ഇറങ്ങിയ നോവൽ പ്രേരകമായി എന്നാണ് ഈ ചാണകത്തലൻ FBയിൽ എഴുതിയിരിക്കുന്നത്. മോശമല്ലാതെ പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന എന്നോടാരും ഈ നേരം വരെ ഇങ്ങനൊരു മനോഹരമായ നോവൽ വന്നിട്ടുണ്ടെന്ന് ആരും പറഞ്ഞിട്ടേയില്ല. നോവലിലെ കഥാപാത്രങ്ങളുടെ പേര്, തൊഴിൽ തുടങ്ങിയ ചെറിയ വ്യത്യാസമേ സുഹൃത്തിനുള്ളൂ എന്നാണ് ഈ ചാണകത്തലൻ പറയുന്നത്. കേസ് കൊടുക്കാൻ ആലോചിച്ചപ്പോൾ പ്രസിദ്ധീകരിച്ച DC ബുക്സ് ഒഴുക്കം മട്ടിൽ പ്രതികരിച്ചത്രേ. പ്രസിദ്ധീകരണക്കാരോട് എഴുത്തുകാരി എന്തിനാ കേസ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരും കേസ് കൊടുത്താൽ പോരായിരുന്നു. പക്ഷേ DC ബുക്സിനോട് ചോദിച്ചപ്പോൾ അന്ന് DC കിഴക്കേമുറി സാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുണ്ടോ, അതോ DC ആരോ വളരെ എന്താ പറയുക ഒഴുക്കം പ്രതികരണമായിരുന്നു. 1990-91 കാലത്ത് MG സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിൽ MPhil പഠനകാലത്ത് അവിടുത്തെ ഡയറക്ടറായിരുന്ന നരേന്ദ്രപ്രസാദ്, അധ്യാപകനായിരുന്ന VC ഹാരിഷ് തുടങ്ങിയവർക്ക് ഈ നോവൽ എഴുതിയ ആൾ എന്നെ വായിക്കാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒന്ന് ചെയ്തത് നരേന്ദ്രപ്രസാദാണ്. ഡോക്ടർ ഉണ്ണി എന്നുള്ള വേഷം അദ്ദേഹമായിരുന്നല്ലോ. സിനിമയിൽ സജീവമായ നരേന്ദ്രപ്രസാദ് വഴിയാകണം നിർമ്മാതാവിലേക്കും MGയിലേക്കും ഈ കഥ ചെന്നതത്രേ. എന്തൊരു വിഡ്ഢിതരാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം വായിച്ച നോവൽ മോഷ്ടിച്ച് MTക്ക് കൊണ്ടുകൊടുത്തെന്ന്. വാസു ചേട്ടാ ഇത് മോഷ്ടിച്ച് സിനിമ ചെയ്തോ എന്ന് പറഞ്ഞ് MTക്ക് കഥ പറഞ്ഞു കൊടുത്തു ആര്? നരേന്ദ്രപ്രസാദ്. സുഹൃതം തിരക്കഥ എഴുതുമ്പോൾ മമ്മൂട്ടി മാത്രമാണ് മുന്നിലുണ്ടായിരുന്നത്. MTയെ തന്നെ ചെയ്യാൻ മമ്മൂട്ടിക്കും വലിയ ഉത്സാഹമായിരുന്നു. അയ്യോ MT സാറിൻ്റെ സ്വന്തം ക്യാരക്ടറാണ്, ഞാൻ ചെയ്യാം എന്നുള്ള വലിയ ത്രില്ലായിരുന്നു മമ്മൂട്ടി. ഗൗതമിയോ ശാന്തികൃഷ്ണയോ മനോജ് കെ ജയനെയോ പോലും ആ സിനിമയിലേക്ക് അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈശാലി രാമചന്ദ്രനും സുകുമാരൻ ഷാർജയും വർക്കലക്കാരൻ ഒരു രാജനും രൂപീകരിച്ച ചന്ദ്രകാന്ത് പ്രൈവറ്റ് ലിമിറ്റഡ് ഫിലിം കമ്പനിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നതെന്നും അക്കാലത്ത് തീരുമാനിച്ചിരുന്നില്ല. നിരവധി സിനിമകളിൽ കമ്മിറ്റ് ചെയ്ത നരേന്ദ്രപ്രസാദ് തൻ്റെ കണ്ടിന്യൂറ്റി താടി ബുൾഗാനായി മാറ്റുമോ വിളിച്ചാലെന്ന സന്ദേഹം ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഈ സമൃദ്ധമായ താടി എടുക്കണം എന്ന് പറയുമ്പം അത് പറ്റില്ല ഹരേ, ഞാൻ ഈ താടി വെച്ച് ഇപ്പോൾ 12 സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സിനിമയിൽ ബുൾഗാൻ മാത്രമേ വയ്ക്കാൻ പറ്റൂ, താടി വയ്ക്കാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് MT സാർ എഴുതിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദേഹം നമുക്കുണ്ടായിരുന്നു. നരേന്ദ്രപ്രസാദിന് കഥ മോഷ്ടിച്ചു കൊടുക്കൽ പണിയായിരുന്നു എന്ന രഹസ്യവും ഈ കഥ മോഷണ കഥയിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന്. അദ്ദേഹം അതൊന്നും ചിന്തിക്കുന്ന ആളല്ലെന്നേ. പിന്നെ 2ാം ഊഴം വിവാദമായതുകൊണ്ടാണത്രേ ഇപ്പോൾ MTയുടെ കഥ മോഷണത്തെപ്പറ്റി ഈ ചാണകത്തലം പറഞ്ഞത്. കോർപ്പറേറ്റ് കമ്പനികളുമായി എന്ത് ഇടപാടിനും എഗ്രിമെൻ്റ് വച്ചേ പറ്റൂ. BRM ഷെട്ടിയുമായി എഗ്രിമെൻ്റ് വയ്ക്കുമ്പോൾ എഗ്രിമെൻ്റ് മുതൽ 2 വർഷക്കാലത്തിനിടയിൽ ചിത്രീകരണം പൂർത്തിയാക്കി സിനിമ തിയേറ്ററിലെത്തിക്കും എന്നായിരുന്നു എഗ്രിമെൻറ്റ്. 2, 3, 4 വർഷം കടന്നു പോവുകയും ഒരു കാര്യവും
അതിൻ്റെ റെക്കോർഡിങ്ങോ ഒരു കാര്യവും സ്റ്റാർ സെലക്ഷനോ ഒരു ചർച്ചയും ഈ സിനിമയെ പറ്റി ഉണ്ടായില്ല. സംവിധായകനാണെങ്കിൽ വിവിധ കേസുകളിൽ പെടുകയും ചെയ്തു. എടുത്ത സിനിമ ഒരു സിനിമ മോഹൻലാലിനെ കൊല്ലാനായിട്ടൊരു സിനിമ എടുത്തല്ലോ, അത് പൊളിയുകയും ചെയ്തു. നിർമ്മാതാവ് ഷെട്ടിയാണെങ്കിൽ പാപ്പരാവുകയും ചെയ്തപ്പോൾ കഥ ഈ വിവാദമുണ്ടാക്കുന്ന ചാണകത്തിലേനെ അറിഞ്ഞില്ല എന്നെനിക്ക് തോന്നുന്നു. എഗ്രിമെൻ്റ് ഡേറ്റ് കഴിഞ്ഞാൽ വാങ്ങിയ പണം മടക്കി നൽകേണ്ടതില്ല, എന്നാൽ പണം മടക്കിത്തരാം, എൻ്റെ തിരക്കഥ മടക്കിത്തരൂ എന്നാണ് അദ്ദേഹം മാന്യമായി ഇതിൻ്റെ സംവിധായകനോട് ആവശ്യപ്പെട്ടത്. നാമമാത്രമായ ഒരു തുക നൽകി തോപ്പിൽ ഫാസിയുടെ മകൻ അജയൻ MTയുടെ മാണിക്കക്കല്ല് റൈറ്റ് വാങ്ങി MT തിരക്കഥ എഴുതി കൊടുത്തു. തൽക്കാലം അത് മാറ്റിവെച്ച് അജയൻ പെരുന്തച്ചൻ ചെയ്തു. മാണിക്കക്കല്ല് ഈ നേരം വരെയും നടന്നിട്ടുമില്ല. അജയൻ മരിച്ചിട്ട് പോലും ഗുഡ് നൈറ്റ് മോഹൻ എത്ര കാശ് മുടക്കിയും നിർമ്മിക്കാം, പ്രിയദർശനെ കൊണ്ട് സംവിധാനം ചെയ്യാം, താങ്കൾ പറയുന്ന പ്രതിഫലം തരാം എന്ന് പറഞ്ഞിട്ട് പോലും അത് ഞാൻ അജയൻ എഴുതിയതാണ്, അത് നടന്നാലും നടന്നില്ലെങ്കിലും അജയന് സ്വന്തം എന്ന് പറഞ്ഞ ആളാണ് MT സാർ. ഈ ചാണകത്തിലൻ പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പ് പറയുകയാണ്, 1975 ശേഷം ഹിന്ദു മതപരിവർത്തനത്തിന് MT വഹിച്ച പങ്ക് കേരളത്തിൽ വലുതായിരുന്നു. അതായത് ഹിന്ദുക്കളെ മുഴുവൻ കൊണ്ടുവന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആക്കുന്നതിൽ MT വാസുദേവൻ നായർ വഹിച്ച പങ്ക് വലുതായിരുന്നു എന്നാണ് ഈ പൊട്ടൻ പറയുന്നത്. ഹിന്ദുമത പരിവർത്തനത്തിന് MT വഹിച്ച പങ്ക് വലുതായിരുന്നു. എന്നിട്ട് വയോവൃദ്ധനായപ്പോൾ അദ്ദേഹം സകലമാന ക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലും കയറി മാപ്പ് അപേക്ഷിച്ചു എന്നും ഈ ചാണകത്തിലേൻ കണ്ടുപിടിച്ചു. ഇവനൊക്കെ ദ്രോഹി എന്ന് വിളിച്ചാൽ പുറഞ്ഞു പോകില്ലേ? ആലോചിച്ചോക്കെ, മരിച്ച് മണ്ണടിഞ്ഞ ഒരു മനുഷ്യനെ പറ്റി പറയുകയാണ് അദ്ദേഹം മതപരിവർത്തനത്തിന്. ഹിന്ദുക്കളായി നിങ്ങളാരും നിൽക്കരുത്, എല്ലാവരും മുസ്ലിം ആകൂ, എല്ലാവരും ക്രിസ്ത്യാനിയാകൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ എല്ലാവരും പ്രേരണ നൽകി എന്നാണ് പറയുന്നത്. വയസ്സായപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാൻ ഹിന്ദുക്കളെയൊക്കെ മുസ്ലിമും ക്രിസ്ത്യാനിയും ആക്കിയത് മോശമായിപ്പോയി എന്ന് വിചാരിച്ചപ്പോൾ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും, കേരളത്തിൽ മാത്രമാണെന്ന് എനിക്കറിഞ്ഞൂടാ, എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലും ചെന്ന് തലയിട്ടടിച്ച് മാപ്പ് പറഞ്ഞു എന്നാണ് ഈ തലയിൽ ആൾ താമസമില്ലാത്ത കഴുത പറയുന്നത്. MT എഴുതിയതല്ല, ഒന്നുകിൽ പല പല കൃതികളിൽ നിന്ന് മോഷ്ടിച്ചത് അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നും ഈ മാന്യൻ കണ്ടുപിടിച്ചു. ഇയാളെയൊക്കെ എന്ത് പറയാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഹിന്ദുക്കളോട് ദ്രോഹം മാത്രം കയ്യും കണക്കുമില്ലാതെ ചെയ്ത ആളാണത്രേ MT. എടാ പൊട്ട, നിൻ്റെയൊക്കെ മനസ്സ് കുഷ്ഠം പിടിച്ചതല്ല, എയ്ഡ്സ് പിടിച്ചതാണ് എന്നാണ് ഇതിനൊക്കെ എനിക്ക് പറയാനുള്ളത്. ഇതിനപ്പുറം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെയൊക്കെ ചുമ്മാതല്ല ഇവനൊക്കെ വളരാത്തത്. അത് വളരാത്തതിന് വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. അത് പിന്നെ എപ്പോഴെങ്കിലും ഇവനെപ്പറ്റി എന്തെങ്കിലും ഇനി വീണ്ടും പറയേണ്ടി വരുമ്പോൾ പറയാം. ഇവനെയൊന്നും ആരും കൺട്രോൾ ചെയ്യില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ആരെ തളക്കി വിളിച്ചാലും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഞങ്ങൾ തരുന്നതാണ് എന്നാണ് ഇവൻ കൊണ്ടു കിടക്കുന്ന അല്ലെങ്കിൽ ഇവനെ കൊണ്ടു കിടക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ഉറപ്പ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള പൊട്ടന്മാർ മരിച്ച് മൺമറഞ്ഞ കേരളത്തിൻ്റെ അഭിമാനമായ ജ്ഞാനപീഠം വരെ നേടിയ ആ വലിയ മനുഷ്യനെ പറ്റി ഇല്ലാത്ത കഥകളുണ്ടാക്കി പറയുന്നത്. എഴുത്തുകാരി പോലും അങ്ങനെ പറയുന്നില്ല. ഇവൻ കൊണ്ടുപിടിച്ച് എഴുതാണ്. എന്നിട്ട് നമുക്കും വരുന്നു. എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തൊന്നുമല്ല, പക്ഷേ എനിക്കും അത് വരുന്നുണ്ട് സ്ഥിരമായിട്ട്. അങ്ങനത്തെ ഒരു പൊട്ടൻ. ഞാൻ അവൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു മന്ദബുദ്ധി. അവൻ ഇങ്ങനെ എഴുതി തള്ളുകയാണ് MTക്കെതിരെ. അപ്പോൾ MTക്കെതിരെ പുസ്തകം എഴുതുന്നു, സിനിമാ കഥ മോഷ്ടിച്ച MTയെ പറ്റി പറയുന്നു. ബഹുരസമാണ്. MT മരിച്ച് കുറച്ച് കാലമേ ആയുള്ളെങ്കിലും സജീവമായി തന്നെ നിൽക്കുന്നു MT സാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇവനോടൊക്കെ പൊറുക്കണേ MT സാറേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.